സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക്. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണം തന്നെയാണ് ഇന്ന് ആദ്യത്തെ വിഷയം. വലിയ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഉയരുകയാണ്. ഇപ്പോൾ മുഴുവൻ പ്രതികളും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് എന്നതാണ് വിവരം. അതിൽ കോളേജിലെ SFI യൂണിറ്റ് സെക്രട്ടറിയുണ്ട്, യൂണിയൻ പ്രസിഡന്റുണ്ട്. അങ്ങനെ പ്രതികൾക്കെതിരെ ഇപ്പോൾ അന്വേഷണം കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നതാണ്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ടത്, മുൻപും SFIയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ SFI പ്രവർത്തകർ അവിടെ സിദ്ധാർത്ഥിന് നേരിട്ടതുപോലെയുള്ള മർദ്ദനവും ആൾക്കൂട്ട വിചാരണയും നേരത്തെ ആ ക്യാമ്പസിൽ പലർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആരും അതിനെതിരെ ശബ്ദിച്ചിട്ടില്ല. പുറത്തു പറയാൻ അവർക്ക് പേടിയായിരുന്നു. കാരണം ഏതെങ്കിലും തരത്തിലുള്ള പരാതി പറഞ്ഞാൽ അവർക്കും സിദ്ധാർത്ഥിന് നേരിടേണ്ടി വന്നതുപോലെയുള്ള മർദ്ദനവും വിചാരണയും ഒക്കെ നേരിടേണ്ടി വരുമായിരുന്നു എന്നതാണ്. അതുപോലെ തന്നെ ഈ അക്രമങ്ങൾക്ക് അവിടെ ചില അധ്യാപകരും കൂട്ടുനിന്നു എന്നതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. നിഷാദ്, ഇപ്പോൾ പലതരത്തിൽ SFI മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പല ന്യായീകരണങ്ങളും വാദങ്ങളും ഉയർത്തുന്നുണ്ട്. പക്ഷെ അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് ഇതിൻ്റെ ഒരു ബാധ്യതയിൽ നിന്ന്, ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? ദിവ്യ, നോക്കൂ, 2018 തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് SFI പ്രവർത്തകർ പരസ്പരം തമ്മിലടിക്കുകയും ഒരാൾ മറ്റൊരാളുടെ ശരീരത്തിൽ കത്തി കുത്തി ഇറക്കുകയും ചെയ്യുന്നത് വലിയ തോതിലുള്ള എതിർപ്പും വിവാദവും ഉണ്ടാക്കിയ ഒരു സംഗതിയായിരുന്നു അത്. യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് തന്നെ SFIക്കാർ ചെയ്ത ഈ പാതകത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നു. അവർ പ്രകടനമായിട്ട് വന്നു. അന്ന് SFIയുടെ ദേശീയ പ്രസിഡന്റായ VP സാനു അതിന് ജനങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പ് പ്രസിദ്ധീകരിച്ചു. അദ്ദേഹം പറഞ്ഞത്, അഭിമന്യുവിൻ്റെ നെഞ്ചിൽ കുത്തിയിറക്കിയ കത്തിയല്ല അഭിമന്യു എഴുതി വെച്ച മുദ്രാവാക്യമാവണം നമ്മുടെ വഴി എന്നാണ്. അല്ലാതെ ഏതെങ്കിലും വഴി സ്വീകരിക്കുന്ന ആളുകൾ പ്രസ്ഥാനത്തിൻ്റെ ശത്രുക്കളാണ് എന്ന് പറയാൻ VP സാനു മടി കാണിച്ചില്ല. എന്ന് വെച്ചാൽ ചില ആളുകൾ ചില തെറ്റുകൾ ചെയ്തു പോയി, അതിന് അവരെ മാത്രം പഴി പറഞ്ഞാൽ മതി, സംഘടനയെ വിട്ടേക്കുമെന്നല്ല, സംഘടനയ്ക്കകത്ത് ചില പുഴുക്കുത്തുകൾ കയറി പറ്റിയിട്ടുണ്ടെന്നും സംഘടന സംസ്കാരപരമായ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നും അന്ന് മനസ്സിലാക്കാനും പറയാനും ദേശീയ പ്രസിഡന്റായ VP സാനു തയ്യാറായി. 4 വർഷം പിന്നിട്ട് പിന്നെ നമ്മൾ ഇവിടെ എത്തുമ്പോൾ പക്ഷേ ഈ സംഭവത്തിൽ ചില വ്യക്തികൾക്ക് ചില പിഴവുകൾ പറ്റിപ്പോയിട്ടുണ്ട്, സംഘടനയ്ക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയാനാണ് SFI ഇവിടെ ശ്രമിക്കുന്നത്. സംഘടനയുടെ തന്നെ പ്രശ്നമാണിതെന്ന് SFIയുടെ യൂണിറ്റ് പ്രസിഡന്റും സെക്രട്ടറിയുമായിരിക്കുന്ന ആളുകൾക്ക് ആ സംഘടന പ്രതിനിധാനം ചെയ്യുന്ന ആശയം എന്താണെന്ന്, ഒരു സംഘർഷം ഉണ്ടാവും അതിൽ ഞങ്ങൾ കാണിക്കേണ്ട ഉത്തരവാദിത്വം എന്താണെന്ന്, ഒരു തർക്കത്തിൽ ഞങ്ങൾ വഹിക്കേണ്ട റോൾ എന്താണെന്ന് പഠിക്കാൻ പറ്റുന്നില്ല ആ സംഘടനയിൽ നിന്ന്. ആർക്ക് പറ്റുന്നില്ല? യൂണിറ്റ് പ്രസിഡന്റും സെക്രട്ടറിക്കും പറ്റുന്നില്ലെങ്കിൽ അത് അവരുടെ കുഴപ്പമല്ല, അത് സംഘടനയുടെ പ്രശ്നമാണെന്ന്, സംഘടനയ്ക്കകത്ത് വിപത്കരമായ സംസ്കാരം വന്നു വിട്ടിട്ടുണ്ട് എന്ന് സമ്മതിക്കാൻ SFIയുടെ ലീഡർഷിപ്പ് ഇപ്പോഴും തയ്യാറാവുന്നില്ല. അവർ പറയുന്നത് ഒരു ആൾക്കൂട്ട ആക്രമണമാണ്. പുതിയ സിദ്ധാന്തങ്ങൾ അങ്ങനെയാണ്. ഇതൊരു ആൾക്കൂട്ട ആക്രമണമാണ്. ഈ പറയുന്ന ചെറുപ്പക്കാരനും ചില ഗുരുതരമായ കുഴപ്പങ്ങൾ ചെയ്തിരുന്നു, അതിനോട് സ്വാഭാവികമായി ഉണ്ടായിട്ടുള്ള പ്രതികരണമാണ്, അതിൽ ചില SFIക്കാർ പെട്ടുപോയതാണ്. അങ്ങനെയല്ല, SFIക്കാർ പെട്ടുപോയതല്ല. SFIക്കാരില്ല, അതിൽ ചില SFIക്കാരും ഉണ്ടായിരുന്നു എന്ന നിലയ്ക്ക് ചുരുക്കി കാണാൻ കഴിയാത്തതിൻ്റെ കാരണം SFIയുടെ യൂണിറ്റ് പ്രസിഡന്റും സെക്രട്ടറിയും അടക്കമുള്ള 4 SFI നേതാക്കൾ ഇതിനകത്തുണ്ട്. ഓക്കെ, SFI നേതാക്കൾ അതിൽ ഇൻവോൾവ് ആകുന്നതോടെ അതിന് SFIയുടെ അധികാരത്തിൻ്റെ രൂപം കൈവരികയാണ്. എന്തുകൊണ്ട് SFIയുടെ ക്രൈം എന്നുകൂടി അതിനെ പറയണമെന്ന് ചോദിച്ചാൽ, SFIക്കാർ അതിലുണ്ടായിരുന്നു എന്നതുകൊണ്ട് ഡീൻ എന്ന് പറയുന്ന വാർഡൻ അത് കണ്ടില്ല എന്നടിച്ചു, അസിസ്റ്റൻറ്റ് വാർഡൻ കണ്ടില്ല എന്നടിച്ചു. 10 ദിവസം എടുത്തു ഈ സംഗതി പുറത്തറിയാൻ എന്ന് നമ്മൾ ഓർക്കണം. ഈ ആത്മഹത്യയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഈ മനുഷ്യനെ മരിച്ച നിലയിൽ കണ്ടതിന് ശേഷം ഒരു പരാതി ഡ്രാഫ്റ്റ് ചെയ്യപ്പെടുകയും അതിലൊപ്പിടുകയും അതിൽ പ്രതികളായി ഒളിച്ചിരിക്കപ്പെട്ട ഒരാൾ കൂടി അതിൻ്റെ ഒപ്പിടുകയാണ്. അങ്ങനെ ഒരു പരാതി ഉണ്ടാക്കപ്പെടുന്നത് എങ്ങനെയാണ്? അപ്പോൾ എൻറ്റയർ സിസ്റ്റം ഈ ക്രൈമിന് അനുകൂലമായി പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ അതിനകത്ത് എന്തുകൊണ്ടാണത്? സാധാരണ കുറേ പിള്ളേർ തമ്മിലടിക്കുന്നതിനകത്ത് എൻറ്റയർ യൂണിവേഴ്സിറ്റി ഇങ്ങനെ പ്രവർത്തിക്കുമോ? ഡീൻ ഇങ്ങനെ പെരുമാറുമോ? ഇല്ല. മറിച്ച് SFI എന്ന് പറയുന്ന പവർ അതിനകത്ത് വന്നു. SFIയുടെ പവർ പല സ്വഭാവമുള്ളതാണ്. ആ പവറിനെ സംരക്ഷിക്കാൻ വേണ്ടി സിസ്റ്റം മുഴുവൻ പ്രവർത്തിച്ചു, അധ്യാപക സംഘടന പ്രവർത്തിച്ചു എന്നുള്ള ആരോപണമുണ്ട്. വാർഡനും ഡെപ്യൂട്ടി വാർഡനും ഇത് കണ്ടില്ല. ഇത്ര വലിയൊരു സംഗതി, അതായത് വലിയൊരു ഹോസ്റ്റലിന് നടുവിൽ ഒരാളെ നഗ്നനാക്കി ഇരുത്തി എന്നാണ് ആൻറ്റി റാഗിങ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം. അത് കണ്ടില്ല എന്നടിച്ചു. അപ്പോൾ സിസ്റ്റം സൈലൻ്റ് ആവുന്നത് അപ്പുറത്ത് പവർ വരുന്നുകൊണ്ടാണ്. ഇതുവരെ ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല, എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ തയ്യാറാവുന്നില്ല. അന്നത്തെ ആ ക്രൈം, ആ ആക്ഷനെതിരെ പ്രതികരിക്കാൻ ആളുകൾ തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടാണ്? പവർ അപ്പുറത്താണ്. നമ്മൾ സംസാരിച്ചാൽ നമ്മളും പെടും. നമ്മൾ ഇനിയും ഡീൻ ആളുകളെ ഭീഷണിപ്പെടുത്തി എന്ന് പറയും, നമുക്ക് വസ്തുത അറിയില്ല. പക്ഷേ ഇനിയും നമ്മൾ സംസാരിക്കാൻ പോയാൽ നമ്മുടെ കോഴ്സ് അപകടത്തിലാവും, നമ്മൾ ഇനി ചിലപ്പോൾ ആക്രമിക്കപ്പെടും. കാരണം എന്താണ്? സ്റ്റിൽ അവരുടെ കയ്യിൽ പവറുണ്ട്, അവരിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് വന്നേക്കുമെന്ന് ഭയപ്പെടുന്ന ആളുകളുണ്ട്.
സോ അതുകൊണ്ട് SFI അതിനകത്ത് വരുന്നതോടുകൂടിയാണ് സംരക്ഷിക്കാൻ ആളുകളുണ്ടാവുന്നത്. സാധാരണ നമ്മൾ 3-4 പേര് സംഘർഷം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ സിസ്റ്റം മുഴുവൻ നമ്മളെ സംരക്ഷിക്കാൻ വരുമില്ല. നമ്മളെ അപ്പം തന്നെ പുറത്താക്കിയോ പോലീസിനെ ഇൻഫോം ചെയ്യുകയോ ഒക്കെ സംഭവിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇതിൽ വന്നിരിക്കുന്ന ആളുകൾ SFIയുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. SFIയുടെ റോൾ എന്താണ് ഒരു സംഘർഷത്തിലെന്ന് അറിയാവുന്ന ആളുകൾ. അവർ ആ സംഘർഷം അവസാനിപ്പിക്കാനല്ല, ഒരു മനുഷ്യനെ ആക്രമിക്കുന്ന തടയാനല്ല, അതിൻ്റെ നേതൃസ്ഥാനീയരായി പ്രവർത്തിക്കാൻ ഇറങ്ങി തിരിച്ചു. രണ്ടാമത്തേത്, അവർ വന്നതോടുകൂടി അവരെ സംരക്ഷിക്കാൻ സിസ്റ്റം വന്നു. സോ അതിനകത്ത് SFIയുടെ ഉത്തരവാദിത്തം വളരെ വളരെ വലുതാവുകയാണ്. ഇപ്പോൾ 2-3 ചെറുപ്പക്കാർ കുറച്ച് നേരം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇത് SFI ചെയ്ത കുറ്റമാണെന്ന് പറയല്ലേ മാധ്യമങ്ങളെ, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. മാധ്യമങ്ങളെ ധാർമ്മികത പഠിപ്പിക്കുകയാണ് ഈ ചെറുപ്പക്കാർ. ഞാൻ നാട്ടിൽ പോയി അന്വേഷിച്ചറിയാം, ഞാൻ ലീഗ് അനുഭാവിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ധാർമ്മികത ഇപ്പോൾ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നവരുണ്ടല്ലോ ഈ മാധ്യമങ്ങളെ, അന്ന് ഈ ക്രൈം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ധാർമ്മിക ബോധവും ഇല്ലാതെ മിണ്ടാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരക്ഷരം മിണ്ടാതെ ഇത് കണ്ടുകൊണ്ടിരുന്ന ആളുകൾ മാധ്യമങ്ങളെ ധാർമ്മികത പഠിപ്പിക്കാൻ ചില നെഗറ്റീവായിട്ട് ഇപ്പോൾ ഒരു പുതിയ സംഗതിയായിട്ട് വരികയാണ്. ഇവരെവിടെയായിരുന്നു ഇവരുടെ പ്രതിഷേധത്തിൻ്റെ ശബ്ദം? അതിൽ ഒരാൾ SFIക്കാരൻ തന്നെയാണ്, ബാക്കിയുള്ളവർ SFI മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളുകളാണ് എന്ന് പറയുന്നു. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നുണ്ട് അതിനകത്തുള്ള ആളുകൾക്ക് സംഗതി തുറന്നു പറയാനുള്ള നല്ല ഭയം അവരെ ബാധിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞു, ചില നോർത്ത് ഇന്ത്യൻ നോൺ മലയാളീസ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇവർ അച്ഛനമ്മയും പോയിട്ട് കാര്യങ്ങൾ ശരിയാണെന്ന് അറിയിക്കുന്നത്. ഇവിടെയുള്ള ആളുകൾക്ക് നന്നായി കാര്യങ്ങൾ തിരിയുന്നതുകൊണ്ട് അവർ എന്ത് ചെയ്തില്ല, അത് അറിയിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിശ്ചയമായും SFIക്ക് പൂർണ്ണാർത്ഥത്തിൽ ഒഴിയാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ന നിലയ്ക്ക് നമുക്കിതിനെ കാണാൻ കഴിയില്ല. SFI സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ചില കാര്യങ്ങളകത്തുണ്ട്. ഈ സംഗതിയെ മാത്രം വെച്ചിട്ടുള്ളതല്ല. പിന്നെ വേറൊരു വിശദീകരണം കേട്ടത്, ആ പെൺകുട്ടി പരാതി കൊടുക്കാൻ വേണ്ടി 18-ാം തീയതി ക്യാമ്പസിലേക്ക് വരുന്നു. അപ്പോൾ പെൺകുട്ടി വന്ന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ജീവൻ അപകടത്തിലാവും, എൻ്റെ മാനം പോകുമെന്ന് കരുതിയിട്ടാണ് ഇയാൾ ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നു എന്ന്. അതായത് അയാളെ പൊതുമധ്യത്തിൽ വെച്ച് നഗ്നനാക്കി ആക്രമിക്കുക, അയാളെ നാണം കെടുത്തുക, അയാളുടെ അന്തസ്സിന് മുറിവേൽപ്പിക്കുക, അതൊന്നും ഒരാൾ ആത്മഹത്യ ചെയ്യാനുള്ള കാരണമല്ല. മന്ത്രി ജെ ചിഞ്ചുറാണി അതുപോലെയാണ് പറഞ്ഞത്, ഒരു പരാതി വരുന്നിട്ടുണ്ട് ഒരു പെൺകുട്ടിയുടെ. വരുന്നുണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പരാതിയാണ് ഈ മരണത്തിന് മുഴുവൻ കാരണം. ബാക്കിയെല്ലാം സൈഡിലൈൻ ചെയ്യാണ്. ഒരു മനുഷ്യനെ, നിങ്ങളെ ഒരു കാര്യമില്ലാതെ ഒരാൾ പൊതുമത്തിൽ വെച്ച് ഒറ്റ അടി അടിച്ചാൽ മതി നിങ്ങളുടെ അന്തസ്സിന് മുറിവേക്കാൻ. ഞാൻ എന്തിനൊരു ഒരു തുല്യാവകാശമുള്ള പൗരന് എന്തിനു അടി കൊള്ളണം എന്നുള്ള ചിന്തയിൽ ആത്മഹത്യ നമുക്ക് തോന്നും. അത്രയും ഒരു ഹ്യൂമിലിയേഷൻ ഒരാൾ അനുഭവിച്ചിട്ട് അതൊന്നും ആയിരിക്കില്ല, ഏതോ പെൺകുട്ടി പരാതിയുമായിട്ട് വരുന്നുണ്ട് എന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്തതാണ്, ഈ ക്രൈമിന് ആ ആത്മഹത്യയിൽ പങ്കാളിത്തമില്ല എന്ന് സ്ഥാപിക്കാൻ വിഫലമായ ചില ഗ്രൗണ്ട് ഉണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് എനിക്കിതിനകത്ത് പറയാനുള്ളതായിരുന്നു, നമ്മൾ 2 ദിവസം ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. SFI ചെയ്യേണ്ടത്, SFIയുടെ യൂണിറ്റ് പ്രസിഡൻറ്റും സെക്രട്ടറിക്കും SFI ഈ പറയുന്ന സർഗകലാലയം അല്ലെങ്കിൽ സമഭാവനയുള്ള കലാലയം എന്നുള്ള ആശയം എന്തുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല? അങ്ങനെ ഒരു മോശം പ്രവൃത്തി നടക്കുമ്പോൾ അത് തടയാനുള്ള ഒരു ഫോഴ്സായിട്ട് അവർക്ക് എന്തുകൊണ്ട് ആക്ട് ചെയ്യാൻ പറ്റിയില്ല? ഇതല്ല പരിഹാരം എന്ന് പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. ഞങ്ങളും ഈ ആൾക്കൂട്ട ഇതൊരു ആൾക്കൂട്ട വിചാരണയാണ്, ആൾക്കൂട്ട കൊലപാതകമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ശേഷി മുഴുവൻ ഒരു ദുർബലൻ്റെ മേൽ പ്രയോഗിക്കാമെന്ന് പറയുന്ന ഏറ്റവും ഹീനമായ ആശയത്തിൻ്റെ പ്രയോഗവൽക്കരണം അവിടെ നടന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട ആളുകളായിട്ട് കയറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ആ സംഘടനയുടെ കുഴപ്പമാണ്, അത് വ്യക്തികളുടെ കുഴപ്പമല്ല എന്ന് കാണേണ്ടതുണ്ട്. ആ സംഘടന വരുന്നതോടുകൂടി അതിനെ സംരക്ഷിക്കാൻ ആളുകൾ വരുന്നുള്ളതും കുഴപ്പം പിടിച്ച കാര്യമാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അതൊട്ടും സതുദ്ദേശമുള്ള സംഗതിയല്ല എന്ന് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ SFIയും PFIയും തമ്മിലാണ് ബന്ധം എന്ന് പറയുന്നതിനകത്ത് തന്നെ ഈ നാടിനെ വർഗീയമായി ചേരിതിരിക്കാനുള്ള ഏറ്റവും ദുരുദ്ദേശമുള്ള സംഗതി അയാളുടെ മനസ്സിലുണ്ട് എന്നത് പ്രത്യേകം കാണേണ്ട കാര്യമാണ്. രോഹിത് വെമുല എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ഒരു വിദ്യാർത്ഥി ക്യാമ്പസിൽ ആത്മഹത്യ ചെയ്ത് ABVP നേതാക്കൾ വേട്ടയാടിയതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ രാജ്ഭവനിലെ കെട്ടിടത്തിലിരിക്കുന്ന മനുഷ്യൻ ആദ്യം ആലോചിക്കേണ്ടത് ആളുകളെ ഇങ്ങനെ കൊലയ്ക്ക് കൊടുത്തിട്ടുള്ളത്, ആളുകളെ ഇങ്ങനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിട്ടുള്ളതിൽ താൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ സംഘത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് എന്തുമാത്രം ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അയാൾക്കത് മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഗവർണറായിരുന്നു ശരി എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പോൾ ഫേസ്ബുക്കിൽ നന്ദി ഗവർണർ എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾ, ചില കവേർഡ് കക്ഷികൾ ഇറങ്ങിയിട്ടുണ്ട്. ഗവർണർ എന്താ ഉദ്ദേശിക്കുന്നത്? ഗവർണർ കുറേ നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തെ എങ്ങനെ കലക്കാം, കേരളത്തെ എങ്ങനെ രണ്ടായി വിഭജിക്കാം. ചില ചാനൽ ഇപ്പോൾ ഓൺലൈൻ വീഡിയോ ഒക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള എന്താണ് ഇത്, എന്താ ശരീഅത്ത് പ്രകാരം നടപ്പിലാക്കിയ വിചാരണയ്ക്ക് ഒടുക്കം നടത്തിയിട്ടുള്ള സംഗതിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഗവർണർ പറയുന്നത്. അയാളതേ പറയുള്ളൂ, കാരണം I am a proud RSSകാരെന്ന് പറഞ്ഞ ആളാണല്ലോ. ആ ഗവർണർക്ക് നന്ദി പറഞ്ഞ ചില നിഷ്കളങ്ക ഭാവക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അവരെയും നമ്മൾ സൂക്ഷിക്കണം എന്നുകൂടി പ്രത്യേകം പറയേണ്ടതാണ്. യെസ്, നൗഫൽ, ഇവിടെ SFIയുടെ ഒരു അക്രമ രാഷ്ട്രീയം നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു, MGയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിങ്ങനെ ആവർത്തിക്കപ്പെടുകയാണ്. തെറ്റ് പറ്റിയാൽ അത് സമ്മതിക്കാനും അത് തിരുത്താനുമുള്ള ഒരു ആർജവം SFI നേതൃത്വത്തിന് ഉണ്ടാകേണ്ടതല്ലേ? ദിവ്യ, ഇതിലിപ്പം നമ്മൾ ഒരു കാര്യം ഇങ്ങനെ വിചാരിക്കുക. അപ്പോൾ ഈ സിദ്ധാർത്ഥൻ മരിക്കുന്നില്ല, അദ്ദേഹം ഇതുപോലെ നഗ്നനാക്കപ്പെട്ട് അടി കിട്ടി വളരെ വിഷമത്തോടു കൂടി റൂമിൽ പോയി കിടന്നുറങ്ങി, അടുത്ത ദിവസം രാവിലെ ക്ലാസ്സിൽ പോയി എന്ന് വിചാരിക്കുക. ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു? ഒന്നും സംഭവിക്കില്ല. ഈ മാപ്പ് പറയണമെന്ന് SFIയോട് ആവശ്യപ്പെടാൻ പോലും നമുക്ക് പറ്റില്ല, ഒരു അവസരം തന്നെ ഉണ്ടാകുന്നില്ല. യൂണിവേഴ്സിറ്റി കോളേജിലും അതാണ് സംഭവിച്ചത്. ആ സുഹൃത്തിൻ്റെ
ദേഹത്ത് കത്തി ആഴ്ന്നിറങ്ങി. അത് അവിടെ ഉണ്ടായിരുന്ന ഒരു വിഭാഗം SFIക്കാർ പ്രതിഷേധിച്ചത് കൊണ്ട് മാത്രമാണ് ഈ സാനുവിനെ മാപ്പ് പറയേണ്ടി വന്നത്. അല്ലെങ്കിൽ അപ്പോഴും സംഭവമില്ല. ഇതുപോലെ പുറത്തറിയാത്ത എത്രയെത്ര സംഭവങ്ങൾ കേരളത്തിലുണ്ടാകും. അത് SFI മാത്രമല്ല, മറ്റ് ഏത് പാർട്ടിക്കാണോ ആ ക്യാമ്പസിൽ അപ്രമാദിത്വമുള്ളത് അവർ ചെയ്യുന്ന ഒരു ചടങ്ങാണിത്. പ്രത്യേകിച്ചും SFIക്കാണ് കൂടുതൽ ആ അപ്രമാദിത്വം ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഇത്തരം കോളേജുകളിൽ അത് അങ്ങനെ തന്നെയാണ് അവർ പെരുമാറുന്നത്. അപ്പോൾ അവരുടെ വാദങ്ങൾ നോക്കുക, എത്ര ദുർബലമായ വാദങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഇത് ഞങ്ങൾ SFI തീരുമാനിച്ച് ചെയ്ത ഒരു കൃത്യമല്ല. ഒരുത്തനെ വിചാരണ ചെയ്യാൻ SFI ഒരു യോഗം ചേർന്ന് സെക്രട്ടറി സ്വാഗതം പറഞ്ഞ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച് മിനിറ്റ്സൊക്കെ എഴുതിയിട്ടാണോ തല്ലാൻ പോകുന്നത്? ഒരിക്കലല്ലോ. ആ കോളേജിൽ SFI ആണുള്ളത്, SFI മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ആ ആളുകൾ SFIയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത്. അതിൽ ഞങ്ങൾ SFIയുടെ തീരുമാനമല്ല എന്ന് പറയുന്നതൊക്കെ വളരെ ദുർബലമായ വാദങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞങ്ങളല്ല, ഒരാൾക്കൂട്ടം ചെയ്തു, അതിൽ കുറച്ച് SFIക്കാർ അറിയാതെ പെട്ടുപോയി എന്നൊക്കെ പറയാൻ അത് വളരെ ദുർബലമാണ്. മാത്രമല്ല ഇതിൽ സെക്രട്ടറി, പ്രസിഡൻറ്റ്, ഈ രണ്ട് പേര് ഒരു പിന്നെ സംഘടനയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ ലീഡേഴ്സാണ്. ലീഡേഴ്സ് എന്താ ചെയ്യേണ്ടത്? എന്താണ് സമൂഹം എന്ന് മനസ്സിലാക്കി അവിടെ കൃത്യമായി ആക്ട് ചെയ്യേണ്ട ആൾക്കാരാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരാണ്. അങ്ങനെയുള്ള രണ്ട് ആളുകൾ ആ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഇയാളെ വിചാരണ ചെയ്യുകയും അയാളെ ദ്രോഹിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റിയ കേസല്ല. ബാക്കി പറഞ്ഞ പോലെ പിന്നെ ഇത്തരം ഈ ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കേസിൽ ഇത്തരം പരാതിയാണ്. മറ്റേ സിനിമയിൽ മറ്റേ ശങ്കരാടി ആരാ പറയുന്നത്, അവനെ മറ്റേ കേസിൽ പെടുത്തി ഒന്ന് അകത്തിടാന്ന് പറയുന്നുണ്ടല്ലോ. അത് ഇതുപോലുള്ള കേസുകൾ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം. ഇങ്ങനെ ഇപ്പോൾ ഇതിന് മറുപടി പറയാൻ സിദ്ധാർത്ഥന് ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല. അവന് മാത്രമേ ഇതിന് മറുപടി പറയാൻ പറ്റൂ, ഇങ്ങനെ സംഭവം ഉണ്ടായോ എന്നുള്ളത്. പക്ഷേ വളരെ മോശപ്പെട്ടൊരു പരാതിയാണ് അയാളുടെ പേരിലുള്ളത് എന്ന് പ്രചരിപ്പിക്കുക. ഇതാണ് സത്യമെങ്കിൽ ഈ മാപ്രകൾ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ഫേസ്ബുക്കിലൂടെ ഉന്നയിക്കുക. എന്നിട്ട് ഇപ്പോൾ മാധ്യമങ്ങൾക്കെതിരെ തിരിഞ്ഞ്, അതായത് മാധ്യമങ്ങളാണിത് എന്തുണ്ടാക്കിയെന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുക. നമുക്കറിയാം ഇത് തെരഞ്ഞെടുപ്പ് സീസണാണ്. ഗവർണർക്കാണെങ്കിലും SFIയുടെ മാതൃസംഘടനയ്ക്കാണെങ്കിലും മറ്റ് പ്രതിപക്ഷത്തിനാണെങ്കിലും ഒക്കെ തെരഞ്ഞെടുപ്പിൻ്റെ കാലമാണ്. എല്ലാവർക്കും ഇത് രാഷ്ട്രീയമാണ്, ഒരു തർക്കമില്ല. പ്രതിപക്ഷത്തിന് ഇതൊരു വീണ് കിട്ടിയ ആയുധമാണ്. ഈ ഗവർണർ ഉൾപ്പെടുന്ന പാർട്ടിക്ക് അത് വേറൊരു ആയുധമാണ്. ഇവർക്കാണെങ്കിൽ പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഇവർ അവലംബിക്കുകയും വേണം. ഇതാണ് ഒരു പൊളിറ്റിക്സ് വേറെ നടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു ചെന്നാൽ SFI ഈ രീതിയിലാണ് ക്യാമ്പസിൽ ഇനിയും തുടരുന്നതെങ്കിൽ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാവുന്ന ഒന്നല്ല. അത് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രം ഉണരേണ്ട ഒന്നല്ല ഇതിനെതിരെയുള്ള പ്രതിഷേധം. അത് തുടർച്ചയായിട്ട് ഉണ്ടാകേണ്ടതാണ്. അത്തരം നടപടിയിൽ നിന്ന് ഏത് പാർട്ടിയായാലും ഒഴിഞ്ഞു നിൽക്കേണ്ടത്. ദിവ്യ, അതിനകത്തൊരു സംഗതി ഉള്ളത്, ഇപ്പം SFIയെ വയലൻസിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന് പറഞ്ഞൊരു വലിയ പ്രോസസ്സ് ഉണ്ടല്ലോ. അവർ മൊത്തം ഒരു വയലൻസ് ഗ്രൂപ്പാണെന്നുള്ളതല്ല. പക്ഷേ നമ്മുടെ എതിരാളികൾ ആക്രമിക്കപ്പെടേണ്ടവരാണ് എന്നൊരു ബോധം കൊണ്ടു നടക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നവകേരള സദസ്സ് നടക്കുമ്പോൾ SFIക്കാർ ഒരാളെ കൂട്ടിയിട്ടിടിക്കുന്ന നമ്മൾ കണ്ടു ഇടിക്കുന്ന കണ്ടു. അതിൻ്റെ അവസാനിക്കുന്നവരെ പിണറായി വിജയൻ പറയുന്നത് അത് രക്ഷാപ്രവർത്തനമാണ്, മാതൃകാപരമാണ്, തുടരൂ എന്നാണ്. അപ്പോൾ എന്താണ് നമ്മുടെ കുലഗുരു പറയുന്നത്? ചെയ്യാനാണ്. ആ ആവേശം അവരിൽ കൂടുകയാണ്. ആ ഷുഹൈബിനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതി ആകാശ് തില്ലങ്കേരി ഇവർ ഭയങ്കര ഫാൻ ബേസ് ഉള്ള ഒരാളാണ്. ഒരു വീര്യകൃത്യം ചെയ്ത ഒരാൾ. PK കുഞ്ഞനൻ തന്നെ ഒരു കേരളത്തെ ഞെട്ടിച്ച ഒരു വലിയ രാഷ്ട്രീയ കൊലപാതകത്തിലെ പ്രതി, അല്ലെങ്കിൽ ആ കൊലയാളി സംഘത്തിൽ ആ പ്രവർത്തനത്തിൽ നേരിട്ട് പങ്കെടുത്ത ഷാഫി, അയാളുടെ വീട്ടിൽ പോയി കല്യാണം നടത്തിക്കൊടുന്ന CPM നേതാക്കൾ. വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നത് മാക്സിമത്തിലാണ്. വയനാട്ടിലാണ് എന്താ പറയുന്നത്, വയനാട്ടിലെ SFI DC നടത്തിയിട്ടുള്ള സമരമാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന് നേരെ. ഓഫീസ് അതിക്രമിച്ച് അയത്തുകാർ തല്ലി പൊട്ടിച്ച് രാഹുൽ ഗാന്ധിയുടെ കസേരയിൽ വാഴ വയ്ക്കാൻ തക്കവണ്ണം അങ്ങേയറ്റം വയലൻ്റ് ആയിട്ടുള്ള അക്രമാസക്തമായൊരു സമരം മുറ അവലംബിക്കുക. എന്തിനാത്? രാഷ്ട്രീയ ശത്രു ഏത് നിലയ്ക്കും ഹീനമായി ഇല്ലായ്മ ചെയ്യപ്പെടേണ്ട, ഒരു നിലയ്ക്കും ഒരു ജനാധിപത്യ സ്വാതന്ത്ര്യം അർഹതയില്ലാത്ത ഒരാളാണെന്നൊരു സംസ്കാരം പഠിപ്പിക്കാൻ പാടില്ല. മറിച്ച് നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യവും എല്ലാവരും ഒരു റെസ്പെക്റ്റും അർഹിക്കുന്നുണ്ട് എന്ന സംഗതിയല്ലേ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ വയലൻസിനെ, അതിക്രമത്തെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചാൽ അവർ നാളെ ഇനിയും ഇടിക്കും. നിയമസഭയിലെ വയലൻസിൽ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സംസ്കാരപരമായി പുതിയ കാലം പുതിയ ആരോഗ്യകരമായ പൊളിറ്റിക്സിനെ ആഗ്രഹിക്കുന്നുണ്ട്. CPM പോലും രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ നിർത്തിയല്ലോ പരസ്പര സന്ധിയുടെ അടിസ്ഥാനത്തിൽ. ഇവരെ പഠിപ്പിക്കണം അത്. യെസ്, അതാണ്. എന്തായാലും ഈ രീതിയിൽ അക്രമ ക്യാമ്പസുകളായി നമ്മുടെ സർവകലാശാലകൾ മാറാൻ പാടില്ല. അത് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നത് അത് സമൂഹത്തിന് തന്നെ വലിയ വിപത്തായിരിക്കും. എന്തായാലും തെറ്റ് തിരുത്താൻ അല്ലെങ്കിൽ തെറ്റ് പറ്റി എന്ന് സമ്മതിക്കാൻ SFI സംഘടനാ നേതൃത്വം തയ്യാറാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.